ഹലോ, സുഹിത്തോസനാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത്, ഞാൻ നിൽക്കുന്ന സ്ഥലം ഇത് പുള്ളാണ്. എൻ്റെ വീട് ഒല്ലൂരാണ്. ഒല്ലൂരടുത്താണ്. ഒല്ലൂരിൽ നിന്നൊരു 20-30 മിനിറ്റ് ഡ്രൈവുള്ളൂ ഇങ്ങോട്ട് വരാനായിട്ട്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഇവിടെ ഉള്ള തൃശ്ശൂരുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം ഈ പുള്ളിനെ പറ്റിയിട്ട്. പുള്ളിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളും നല്ലതും ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ വളരെ ഫ്രീ ആയിട്ട് മൊബൈലിലൊക്കെ കളിച്ച് ചിരിച്ച് മൊബൈലിലൊക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും പറയണത്, കുറേ നേരം ബോറിംഗ് ആയിട്ട് വീട്ടിൽ ഇരിക്കുന്ന ആളുകളുടെ അടുത്ത് ഈ കാണുന്ന പ്ലേസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ നല്ലൊരു അന്തരീക്ഷമാണ്. നല്ലൊരു മൈൻഡ് ഫ്രീ ഫീല് കിട്ടും. നല്ല സുഖമാണ് ഇവിടെ വന്നിരിക്കുക. കുറച്ച് നേരമൊക്കെ ഒന്നിരിക്കുക, എന്നിട്ട് ഇരുന്നിട്ട് നല്ല സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പോവാം. ഇവിടെ ഇപ്പം ഞാൻ ഇതിൻ്റെ മുന്നേ ഇതൊരു താമരക്കുളത്തിൻ്റെ മുന്നിൽ നിന്നിട്ടാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. ഇത് താമരക്കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹ്യൂജ് പ്ലേസാണ്. ഇത് കൃഷിയാണ്, ഇവിടെ താമരയുടെ കൃഷിയാണ്. ഇപ്പോൾ താമരയൊന്നും വലുതായി നിൽക്കുന്നില്ല, ഒക്കെ പൊട്ടിച്ചു കൊണ്ടുപോയി അവർ. അല്ല സിമി, ഇതെന്താണ് താമര പൊട്ടിച്ചു കൊണ്ടുപോയിട്ട് അവർ പുറത്തേക്ക് കൊടുക്കും അല്ലേ? ഇത് പുറത്തേക്ക് കൊടുക്കുന്നതാണ് ഇവിടുന്ന്. അല്ലാതെ പൊട്ടിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ താമര ഇപ്പോൾ നിൽക്കണില്ല, നിൽക്കുന്നുണ്ട് താമരയുടെ. അപ്പോൾ ഈ പ്ലേസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, മൊത്തം പാടം നിറഞ്ഞെടുക്കാണ്. കുറേ വെള്ളം, പാടത്തിന് ഒപ്പം തന്നെ വെള്ളം നിറഞ്ഞെടുക്കുന്നു. നല്ല പ്രകൃതി ഭംഗിയാണ് കാണാനായിട്ട്, ഭയങ്കര രസമാണ്. അല്ലാതും ചുറ്റിനും പാടങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ അന്തരീക്ഷം, ഇപ്പോഴത്തെ കറണ്ട് അന്തരീക്ഷം, ഇപ്പോൾ സ്റ്റാറ്റസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വിശർക്കൊന്നുമില്ല, നിങ്ങൾ ടയേർഡാവില്ല. ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് വിശർക്കണ ഒരു പ്രശ്നമൊന്നുമില്ല. കാരണം നല്ല കാറ്റാണ്. ഇപ്പോൾ നല്ല അന്തരീക്ഷമാണ്. എല്ലാവരും വരിക. അതുപോലെ പ്രത്യേകിച്ച് ഞാൻ പറയണത്, വീട്ടിൽ ബോറടിച്ചിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പ്ലീസ് ഇവിടെ വരിക, വന്നിട്ട് എൻജോയ് ചെയ്യുക. അതുപോലെ കുറച്ച് നേരം റിലാക്സ് ചെയ്യുക. ഇവിടെ വന്നിട്ട് നല്ലൊരു പ്ലേസാണ്, വളരെ നല്ല പ്ലേസാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. വരിക, വന്ന് സന്തോഷിക്കുക ഗൈസ്. ഓക്കെ, ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഇത് പുള്ളിലാണ് സ്ഥലം. പുള്ളിയിൽ ഇത് താമരയൊക്കെ അവർ പൊട്ടിച്ച് കൊണ്ടുപോയി. ഇത് എവിടേക്കോ അവർ കൊടുക്കുന്നുണ്ട് താമര. അതിനെക്കുറിച്ച് എനിക്ക് പ്രത്യേക അറിവില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പോൾ കുറച്ച് മുട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോഴും താമര വിരിഞ്ഞ് വരുന്നുണ്ട്. നല്ലൊരു പ്ലേസാണ്, എല്ലാവർക്കും വന്നിരിക്കാൻ പറ്റിയൊരു പ്ലേസാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നല്ല കാലാവസ്ഥയാണ്, നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ. പിന്നെ ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. അധികം വലിയ ടൂറിസം പ്ലേസ് ഒന്നും പറയാനില്ല. ചെറിയ ഒരു തോതിൽ നമുക്ക് വന്ന് വളരെയധികം സന്തോഷിച്ച് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അതും വീടിൻ്റെ തൊട്ടടുത്ത് ഉള്ള ഒരു പ്രദേശമാണ്. അതും തൃശ്ശൂരിൻ്റെ അതിർത്തിയിൽ നിൽക്കുന്ന വളരെയധികം ഭംഗിയോടുകൂടിയ ഒരു പ്രദേശമാണ്. നല്ലൊരു പ്രദേശമാണ്. പിന്നെ ഇവിടുത്തെ ആകുള്ളൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ ആളുകൾ വന്നാൽ റോഡിൽ കാർ പാർക്ക് ചെയ്യുന്ന പ്രോബ്ലം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇവിടെ നിന്ന് ഫൈൻ വരെ കിട്ടിയിട്ടുള്ള ഒരു ടൈം ഉണ്ടായിരുന്നു. ഒരു സമയത്ത് എനിക്കൊരു ഫൈൻ വരെ കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന്, കാറ് റോഡിലിട്ടിട്ട്. കാരണം നമുക്ക് റോഡിലിടാതെ വേറെ സൗകര്യം ഇവിടെ എവിടെയും ഇല്ല. റോഡിൽ തന്നെ ഇടണം കാറ് നമ്മൾ. അപ്പോൾ ഫൈൻ ടിക്കറ്റ് കിട്ടുന്നതാണ്. കാരണം അത് മാത്രമാണ് എനിക്ക് ഇവിടെ ഒരു പ്രോബ്ലം ആയിട്ട് തോന്നുള്ളൂ. ബാക്കി എല്ലാതും വളരെയധികം നല്ല ഒരു സന്തോഷം നിറഞ്ഞൊരു പ്രദേശമാണ്. കാരണം തൃശ്ശൂരിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെയൊരു പ്രദേശം നല്ലൊരു സന്തോഷം ആണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എല്ലാവർക്കും വന്ന് ബോട്ടിങ്ങും, ചെറിയ ബോട്ടിങ് കുട്ടികൾക്കും എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. കണ്ടോ, നല്ല വലിയ ആഴം ഒന്നുമില്ല, ചെറിയൊരു തോട് പോലെയാണ് ഇത് കാണുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് വീഡിയോ ബൈ.